ഹലോ വെൽക്കം വൺസ് അഗെയിൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ കപ്പിൾ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അവിടെ ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് ടു ഡിഫറെൻറ്റ് പേഴ്സൺസ് അല്ലേ. അവർ ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻസ് ആണ് അവർക്ക്. മോർ ദാൻ ദാറ്റ്, എ പേഴ്സൺ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് മെനി തിങ്സ്. അപ്പോൾ അവർ യുണൈറ്റ് ചെയ്യുകയാണ്, ഒരു വലിയ കോൺട്രാക്റ്റിൽ അവർ യുണൈറ്റഡ് ആകുകയാണ്. അപ്പോൾ യുണൈറ്റഡ് ആകുമ്പോൾ തന്നെ അവർക്ക് ലോട്ട് ഓഫ് ഡിഫറൻസസ് ദാറ്റ് ദേ ക്യാൻ സീ ഇൻ ദംസെൽസ്. അതെങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ആൻഡ് വി ഓൾ നോ ദാറ്റ് വി ആർ മെയ്ഡ് ഇംപെർഫെക്റ്റ്. നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസിനെ പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു കപ്പിൾ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ സാധ്യതയും ഏറ്റവും വലിയ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് ഒരു ഇത്തിരി ഡാർക്ക് സ്കിന്നാണ്, അത് ഓർത്തൊരു ഇത്തിരി പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ദ പാർട്ട്ണർ ഷുഡ് സേ ദാറ്റ് ഷീ ലൈക്സ് ദ കളർ സോ മച്ച്. അതിന് കുറച്ചൊരു എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ ഈസിയായി. ആൻഡ് ഇൻ്റർമിറ്റൻ്റ്ലി ഓർ ഇൻ ബിറ്റ്വീൻ the space or time, she could say that she loves dark color. പിന്നെ ഇപ്പോൾ അവരുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അതിനെ കഡിൽ ചെയ്യുക, അതിനെ പാറ്റ് ചെയ്യുക. ആ കളർ ഇഷ്ടമാണെന്നുള്ളത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അവിടെ രണ്ടുപേരും വിജയിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റേ ആൾക്കാണെങ്കിൽ ഒരു ഫോർ ഐ ഷുഡ് സേ മൂക്കിന് കുറച്ച് നീളം കുറവാണെന്നുള്ളൊരു ദുഃഖം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും ഇതിനൊരു മുന്നോട്ട് പോക്കിനൊരു തടസ്സമല്ലാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാനായിട്ട് വി ഷുഡ് പ്രിറ്റൻഡ് അല്ലേ. അപ്പോൾ പ്രിറ്റൻഷൻ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്, ഫോർ ദ സേക്ക് ഓഫ് ഗുഡ്. അപ്പോൾ പറയാണ്, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ വിത്ത് ദിസ് നോസ് എന്നിടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ആളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അതിൽ കൂടുതൽ വേറൊന്നും ആവശ്യമില്ല. അപ്പോൾ തിങ്കിങ് അബൌട്ട് ദ ഇംപെർഫെക്ഷൻസ് ഓർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഇംപെർഫെക്ഷൻസ് ഇൻ ബിറ്റ്വീൻ വിൽ ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ബോത്ത്. അത് പരസ്പരം ചെയ്യണം, ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ ഇരുവർക്കും ചെയ്യാവുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു മാർഗ്ഗമാണ്, don't let a third person interfere your secrets or interfere your personal things. അപ്പോൾ അവർ അഥവാ ഒരു കമൻറ്റ് പറയാൻ വരികയാണെന്ന് ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാങ്കായിട്ട് പറയാം, പ്ലീസ് ഡോണ്ട് സേ അൺനെസസറി കമൻസ്. കാരണം ധാരാളം പേരിങ്ങനെ ചൊറിയാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു ലോകമാണ്. നമ്മളൊരു ഫംഗ്ഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ when they are feeling that we are happy, നമ്മുടെ ഹാപ്പിനെസ് എങ്ങനെയെങ്കിലും അവർക്ക് ഒന്ന് ഉടച്ചു കളയണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് ഗാർഡ് ചെയ്യുക, സെൽഫ് കെയർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള കമൻ്റ് ആണെങ്കിൽ വേണ്ടാന്ന് അങ്ങ് താക്കീത് കൊടുത്തേക്കണം. കാരണം അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മുടെ ഇടയിലേക്ക് വരുന്ന അൺനെസസറി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. ആ സന്ദർഭം നമ്മൾ അവരെ ഒഫൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ ഹരമാകും. അവർ വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മളെ വലിച്ചഴിക്കും അല്ലേ. നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ തർക്കത്തിലോ ഡിബേറ്റിലോ ഒക്കെ അങ്ങനെയാണ്. നമ്മളുടെ ഒപ്പം അവരില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് ബെറ്റർ വി ക്യാൻ ക്വിറ്റ് ഫ്രം ദ സീൻ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളെ കൂടെ അവരുടെ ലെവലിലേക്ക് ഡ്രാഗ് ചെയ്യും, നമ്മളെ കൂടെ അവരുടെ കൾച്ചറിലേക്ക് ഇഴയ്ക്കും. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതെ ബെറ്റർ സ്കിപ്പ് ഫ്രം ദ സീൻ. നമുക്ക് വേണ്ട വാക്കുകളല്ല നമ്മളിലേക്ക് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സ്കൂട്ടാകുക തന്നെ ചെയ്യുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. ലെറ്റ് ദം സേ അല്ലേ. നമ്മൾ പറയും ജലസി പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള അവിഭാജ്യമായ ഘടകമാണെന്ന് പറയും. കാരണം അവരാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ഉയർച്ച കാണാൻ അവരുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ സംഭവിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലിറ്റിൽ ഓർഗനൈസ്.